ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പുതിയ അക്കൗണ്ടാണ്, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് കേട്ടെ, PSBDA എന്നതിന് പറയും. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ്. ഇത് ഒരു നോ ഫ്രിൽ അക്കൗണ്ട് ആണ്. നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം ബാലൻസ് ആവശ്യമില്ലാത്ത, മിനിമം ബാലൻസ് റിക്വയർമെന്റ് ഇല്ലാത്ത, ഇത്ര രൂപ ആ അക്കൗണ്ടിൽ മിനിമം ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെടാത്ത അക്കൗണ്ട്. അതിനെയാണ് മിനിമം. അതിനകത്ത് ഒരു എമൗണ്ടും കിടക്കരുതെന്നല്ല, ആ അക്കൗണ്ടിൽ ഇത്ര രൂപ മിനിമം ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിക്കാത്ത അക്കൗണ്ടിനെയാണ് നമ്മൾ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു നോ ഫ്രിൽ അക്കൗണ്ട് ആണിത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്നൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് രൂപ നമ്മൾ ആ അക്കൗണ്ടിൽ ഇടുമല്ലോ. ഒരു 500 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിലും ആ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആ തുകയെ നമ്മൾ ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളും ആവശ്യമില്ലാത്ത, ഒന്ന് മിനിമം ബാലൻസ് ആവശ്യമില്ല, പിന്നെ ഇനിഷ്യൽ ഡെപ്പോസിറ്റും ആവശ്യമില്ല. അപ്പൊ മിനിമം ബാലൻസും വേണ്ട, ഇനിഷ്യൽ ഡെപ്പോസിറ്റും ആവശ്യമില്ലാത്ത ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ആവശ്യമില്ലാത്ത സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് BSBDA അക്കൗണ്ട് എന്ന്. BSBDA ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നാണ്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ആവശ്യമില്ല എന്നാ പറഞ്ഞത് നോക്കൂ. Basic saving bank deposit account is a simple deposit account which does not require the initial deposit and the minimum balance. That's the clear meaning. It is a simple deposit account which does not require initial deposit and minimum balance. Initial deposit minimum balance ആവശ്യമില്ലാത്ത, which does not require initial deposit and minimum balance. അപ്പോൾ BSBDA എന്ന് പറയുന്നത് ഒരു സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. But this deposit account does not require minimum balance and initial deposit. Then it is established by converting. ഈ അക്കൗണ്ട് ഉണ്ടാക്കിയത്, it is established by converting the no frill account to facilitate financial inclusion. ഇത് നോ ഫ്രിൽ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി നോ ഫ്രിൽ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ എന്താണ് ഈ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു സീറോ ബാലൻസ് അക്കൗണ്ട്, അതിൽ ബാലൻസ് വേണമെന്നില്ല. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും തന്നെ 12 പടുകൂറ്റൻ പബ്ലിക് സെക്ടർ ബാങ്കുകളും ഏതാണ്ട് 21 കൂടുതൽ 21 വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. വലിയ 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ, പിന്നെ 21ഓളം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ബാങ്കുകളുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ രാജ്യത്തെ പല മേഖലകളിലും ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത, ബാങ്കിന്റെ പ്രയോജനമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത, ബാങ്കിന്റെ സേവനങ്ങളൊന്നും ആസ്വദിച്ചിട്ടില്ലാത്ത, ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ചെന്നെത്തിയിട്ടില്ലാത്ത മേഖലകളും ആളുകളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ആളുകളെ കൂടി, അത് സമൂഹത്തിന്റെ പിന്നാമ്പറങ്ങളിലുള്ളവരായിരിക്കും, ഡിപ്രൈവ്ഡ് സെക്ഷൻസ് എന്ന് പറയും. അവരെയൊക്കെ നമുക്ക് നമ്മുടെ ബാങ്കിങ്ങിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല. ബാങ്കിങ് സേവനങ്ങൾ അവർക്ക് കൂടി ബാധകമാക്കണം. All the banking activities are made available to the people belonging to deprived sections. ബാങ്കിങ് സേവനങ്ങൾ ഈ എന്താ നമ്മൾ പറഞ്ഞ ഈ പുറന്തള്ളപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടി ലഭ്യമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അവരെ കൂടി ബാങ്കിങ് മേഖലയിലേക്ക് കൊണ്ടുവരിക, അവരെ കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുക. അപ്പോ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കൺവേർട്ടിംഗ് നോ ഫ്രിൽ അക്കൗണ്ട് ടു ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് റിക്വയർസ് നോ മിനിമം ബാലൻസ്. മിനിമം ബാലൻസ് നിങ്ങളിപ്പോൾ പറയുന്നു, ഒരു പാവപ്പെട്ട ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറയുന്നു, 5000 രൂപ ഇടണം, 2500 രൂപ ഉണ്ടെങ്കിലേ തുടങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അവരാരും വരില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി നോ ഫ്രിൽ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്തുണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് ഏത്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയും. ഇതുണ്ടാക്കിയത് 17/8/2012 ആസ് പെർ RBI സർക്കുലർ. 17/8/2012 RBIയുടെ ഒരു സർക്കുലർ പ്രകാരം ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് ഈ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. This account is established or this account is created
ആസ് പെർ ദി RBI സർക്കുലർ. RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡയറക്ഷൻ അനുസരിച്ച്, സർക്കുലർ അനുസരിച്ച് 17/8/2012 നമ്മൾ ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ് ഈ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയും. ദീസ് അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് ഓർ ദീസ് അക്കൗണ്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കൺവേർട്ടിംഗ് ദ നോ ഫ്രിൽ അക്കൗണ്ട് ആൻഡ് ടു ഫെസിലിറ്റേറ്റ്, എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫെസിലിറ്റേറ്റ് വാട്ട്? ടു ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. To facilitate financial inclusion and it requires no minimum balance. ഇത് ഉണ്ടാക്കിയ ഡേറ്റ് പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഈ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഇവിടെ പറയുന്നത് മിനിമം ഈ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നിങ്ങളൊരു ബാങ്കിൽ ഉണ്ടാക്കുമ്പോൾ, ഒരു ബാങ്കിൽ നിങ്ങളൊരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഒരു ബാങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നിങ്ങളൊരു ബാങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ യു ഹാവ് നോ അനദർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻ ദാറ്റ് ബാങ്ക്. ആ ബാങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കരുത്. 1. 2, അഥവാ നിങ്ങൾ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബാങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ that existing saving bank account should be closed within 30 days from the date of opening this basic saving bank deposit account. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, ഒരു ബാങ്കിൽ ഓപ്പൺ ചെയ്താൽ ആ ബാങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇവിടെ പറഞ്ഞ if a person open a basic saving bank deposit account in a bank, he is not eligible to open any savings bank account in that bank. But if a saving bank account is existing, that existing saving bank account should be closed within 30 days from the date of opening this basic saving bank deposit account. ഇനി മറ്റൊരു കാര്യം കൂടി, നിങ്ങളൊരു ബാങ്കിൽ ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ആ ബാങ്കിൽ നിങ്ങൾക്ക് വേറെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? പറ്റില്ല. അഥവാ അവിടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് അപ്പോഴും തന്നെ ക്ലോസ് ചെയ്തെടുക്കാം, 30 ദിവസത്തിനകം ക്ലോസ് ചെയ്യും. ഇനി ഈ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന നിങ്ങൾക്ക് ആ ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണ്ട, ഒക്കത്തില്ല എന്നല്ലേ പറഞ്ഞോളൂ. മറ്റൊരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? മറ്റൊരു ബാങ്കിൽ നിങ്ങൾക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആകാമോ? നോ, അതും പറ്റില്ല. കാരണം നമ്മൾ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാനായി ഒരു ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ ആ ബാങ്ക് നമ്മളിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ എഴുതി മേടിക്കും. ആ ഡിക്ലറേഷൻ ഇതാണ്. എന്താണ് എഴുതി കൊടുക്കുക? ഐ ഹാവ് നോ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇൻ എനി അതർ ബാങ്ക്. എനിക്ക് വേറൊരു ബാങ്കിലും ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് നമ്മൾ എഴുതി മേടിക്കും. അപ്പോൾ ഒരാളിന് ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടേ ആകാൻ പാടുള്ളൂ. ആ ബാങ്കിൽ അവന് എന്ത് പാടില്ലതാനും? സേവിങ്സ് അക്കൗണ്ട് ഒന്നും പാടില്ല. അപ്പോൾ നോക്കിയേ, ഇവിടെ പറഞ്ഞത് when a person open a basic saving bank deposit account in a bank, he is not eligible to maintain a savings bank account. If he has an existing savings bank account in that bank, he should close the savings bank account within 30 days. ഒരു എക്സിസ്റ്റിംഗ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് എങ്കിൽ 30 ദിവസത്തിനകം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. Then when a person open a basic saving bank deposit account, the bank must take a declaration from the customer. ഒരാളൊരു ബാങ്കിൽ ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ദ ബാങ്ക് മസ്റ്റ് ടേക്ക് എ ഡിക്ലറേഷൻ ഫ്രം ദി കസ്റ്റമർ ദാറ്റ് ഹി ഹാസ് നോ അനദർ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ എനി അതർ ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വേറൊരു ബാങ്കിലും എനിക്ക് വേറെ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് കൂടി ഒരു ഡിക്ലറേഷൻ അയാൾ കൊടുക്കണം. അപ്പോൾ ഒരാളിന് ഈ രാജ്യത്ത് ഒരു ബാങ്കിൽ ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മാത്രമേ പാടുള്ളൂ. വേറൊരു ബാങ്കിലും ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് പാടില്ല. ഒന്ന്, എവിടെയാണോ അയാൾക്ക് ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ അത് മാത്രമായിരിക്കണം. വേറെ സേവിങ്സ് അക്കൗണ്ട് പോലും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത്, ഈ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പ്രത്യേകിച്ച് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. കേട്ടോളൂ. അടുത്തത്, അതിലൊന്ന് പറയുന്നു,
ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു മാസം 4 വിഡ്രോവൽസ് മാത്രമേ നടക്കുള്ളൂ. 4 വിഡ്രോവൽസ് എന്ന് പറയുമ്പോൾ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്, യാതൊരു പൈസയും ഇല്ലാതെ, അതായത് ചാർജ് ഈടാക്കാതെ. അതിൽ കൂടുതൽ നമുക്കിപ്പോൾ 5-മതോ 6-മതോ 10-മതോ പൈസ വേണമെങ്കിൽ പൈസയൊക്കെ നമുക്ക് എടുക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനെല്ലാം ബാങ്ക് ഒരു ചാർജ് ഈടാക്കും. അപ്പോൾ മാക്സിമം 4 ഫ്രീ വിഡ്രോവൽസ് ആർ അലൗഡ്. മാക്സിമം 4 ഫ്രീ വിഡ്രോവൽസ് ആർ അലൗഡ് ഇൻക്ലൂഡിംഗ് ATM വിഡ്രോവൽസ്. ATM വിഡ്രോവൽസ് ഉൾപ്പെടെ മാക്സിമം 4 വിഡ്രോവൽസ്, 4 എന്ത് വിഡ്രോവൽസ്? ഫ്രീ വിഡ്രോവൽസേ അലൗ ചെയ്തിട്ടുള്ളൂ. അത് 2 തവണ നിങ്ങൾ നേരിട്ട് ബാങ്കിൽ നിന്ന് ചെക്ക് എഴുതിയോ മറ്റോ പണം എടുത്തിട്ടുണ്ടെങ്കിൽ 2 തവണ ATM നിന്ന് എടുക്കാം. ATM-ൽ നിന്ന് 3 തവണ എടുത്തിട്ടുണ്ടെങ്കിൽ 1 തവണ മാത്രമേ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ അർത്ഥമാക്കരുത്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പണം എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ 4 തവണയിൽ കൂടുതൽ ഒരു മാസം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ബാങ്ക് ഒരു ചാർജ് ഈടാക്കുമെന്ന് മാത്രം. മാക്സിമം 4 ഫ്രീ വിഡ്രോവൽസ് ആർ അലൗഡ്. അത് മാക്സിമം 4 വിഡ്രോവൽസ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആർ അലൗഡ് ഇൻ എ മന്ത് ഇൻക്ലൂഡിംഗ് ATM വിഡ്രോവൽ. അതായത് യാതൊരു ചാർജും ഇല്ലാതെ 4 വിഡ്രോവൽസേ ആകെ നമ്മൾ അനുവദിച്ചിട്ടുള്ളൂ. രണ്ടാമത്തത് നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ്. മിനിമം ബാലൻസ് ഇല്ല. മിനിമം ബാലൻസ് മാത്രമല്ല നമുക്ക് അതിനകത്ത് പറയാവുന്നത് നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ് ആൻഡ് ഇനിഷ്യൽ ഡെപ്പോസിറ്റ്. ഇതിന് മിനിമം ബാലൻസും വേണ്ട, ഇനിഷ്യൽ ഡെപ്പോസിറ്റും വേണ്ട. നമുക്ക് പറയാം നോ റിക്വയർമെന്റ് ഓഫ് മിനിമം ബാലൻസ് ആൻഡ് ഇനിഷ്യൽ ഡെപ്പോസിറ്റ് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അടുത്ത് എ പേഴ്സൺ കാൻ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ക്യാഷ് അറ്റ് ബ്രാഞ്ച് ആസ് വെൽ ആസ് ATM. നിങ്ങൾക്ക് ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണം ഇടാം. ഈ പണം നിങ്ങൾക്ക് ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിലും ഇടാം, അല്ലെങ്കിൽ ATM-ൽ CDM ഒക്കെ ഇല്ലേ അവിടെ കൊണ്ടുവന്ന് എങ്ങനെ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എ പേഴ്സൺ കാൻ ഓർ ദ ഡെപ്പോസിറ്റർ കാൻ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ക്യാഷ് അറ്റ് ബ്രാഞ്ച് ആൻഡ് as well as ATM. പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതും പണം വിഡ്രോ ചെയ്യുന്നതും അവരുടെ ഏതെങ്കിലും ബ്രാഞ്ചിലൂടെയോ അല്ലെങ്കിൽ എങ്ങനെ ATM-ലൂടെയോ ഒക്കെ ആവാം. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, മിനിമം 4 വിഡ്രോവൽസ്, 4 ഫ്രീ വിഡ്രോവൽസേ ഉള്ളൂ, അത് ATM വിഡ്രോവൽ ഉൾപ്പെടെ. രണ്ടാമത് പറഞ്ഞത് മിനിമം റിക്വയർമെന്റ്, നോ റിക്വയർമെന്റ്സ് ഓഫ് മിനിമം ബാലൻസ് ആൻഡ് ഇനിഷ്യൽ ഡെപ്പോസിറ്റ്. ഇനിഷ്യൽ ഡെപ്പോസിറ്റിന്റെയും മിനിമം ബാലൻസിന്റെയും ആവശ്യമില്ല. മൂന്നാമത് പറഞ്ഞത് എ പേഴ്സൺ ക്യാൻ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ മണി ത്രൂ ദ ബാങ്ക് ഓർ ബ്രാഞ്ച്. ബ്രാഞ്ച് ഓർ ബാങ്ക് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ബാങ്ക് ഓർ ATM. ബാങ്ക് വഴിയോ ATM വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് നടത്താം. അടുത്തത് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ദ നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ എ മന്ത്. ഇത് പുതിയ ഇതാണ്, നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. നാലാമത് പറഞ്ഞു ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ദ നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ എ മന്ത്. ഒരു മാസം ഇവിടെ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളത് യാതൊരു നിയന്ത്രണവും ഇല്ല. എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ദർ ഈസ് നോ ലിമിറ്റ്, അതായത് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ദ നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ എ മന്ത്. ഒരു മാസം എത്ര രൂപ വിഡ്രോ ചെയ്യാമെന്ന്, അല്ല എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളതിന് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഡെപ്പോസിറ്റ്. ഒരു മാസത്തിൽ എത്ര തവണ പണം ഇടാമെന്നോ, എത്ര തവണ പണം ഇടാമെന്നോ, എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നോ യാതൊരു നിയന്ത്രണവും ഇല്ല. യാതൊരു റെസ്ട്രിക്ഷനും റിസർവ് ബാങ്ക് ഏർപ്പെടുത്തുന്നില്ല. അതുണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അടുത്തത് ഫെസിലിറ്റീസ് ആർ ഓഫ് ഫ്രീ ഓഫ് ചാർജ് ആൻഡ് നോ ചാർജ് വുഡ് ബി ലെവീഡ് ഓൺ നോൺ ഓപ്പറേഷൻ ഓർ ഓൺ ആക്ടിവേഷൻ ഓഫ് ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്. അത് പറയാം. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ കസ്റ്റമേഴ്സിന് എല്ലാ ഫെസിലിറ്റീസും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുക. എല്ലാ ഫെസിലിറ്റീസ് ആർ ഓഫ് ഫ്രീ ഓഫ് ചാർജ്. അവൻ്റെ നോൺ ഓപ്പറേറ്റീവായി കിടക്കുന്ന ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ അത് നോക്കി എല്ലാ ചാർജും ഫ്രീ ആയിട്ടാണ്. ആക്ടിവേഷൻ ഓഫ് ഇനോപ്പറേറ്റീവ് അക്കൗണ്ട്, അവൻ്റെ ഒരു ഇനോപ്പറേറ്റീവായി കിടക്കുന്ന അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പോലും 5 പൈസ ബാങ്ക് ഈടാക്കുന്നതല്ല. All the facilities are provided by the bank at free of charge to the depositors of basic saving bank deposit account. ഇതാണ് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകതകൾ. ഇത് നിങ്ങൾ നല്ല നോക്കിക്കോണം. ഇത് പരീക്ഷയ്ക്ക് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അതൊരെണ്ണം. അപ്പൊ ഈ പറഞ്ഞത് ആരും നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ.
maximum 4 withdrawals. Maximum 4 free withdrawals are allowed, including ATM withdrawals per month. 2. No requirement of minimum balance and initial deposit. 3. A person can deposit and withdraw cash at the bank or ATM. എങ്ങനെ വേണമെങ്കിലും ആവാം. There is no restriction regarding the number and value of deposits in a month. അടുത്തത്, facilities are free of charge and no charge would be levied on the operation or activation of non-operative account. ഒരു ഇനോപ്പറേറ്റീവ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനോ യാതൊരു ചാർജും നിങ്ങൾ ഈ ഈടാക്കുന്ന എല്ലാ ചാർജും ഫ്രീ ആണ്. അവസാനമായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നമ്മൾ സാധാരണ പണ്ട് കേട്ടിട്ടുള്ളത് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൽ മാത്രമുള്ളൊരു ഫെസിലിറ്റി ആണെന്നാണ്. ഇപ്പം അങ്ങനെയില്ല. ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് അക്കൗണ്ടിലുണ്ട്, ഈ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിലുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റിലും അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് പറയാം. അപ്പോൾ ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ദീസ് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ഹോൾഡർ ഈസ് എലിജിബിൾ ടു ഗെറ്റ് ആൻ ഓവർ ഡ്രാഫ്റ്റ്. ഒരു ഓവർ ഡ്രാഫ്റ്റ് അയാൾക്ക് എടുക്കാം. അവർക്ക് കിട്ടുന്ന പരമാവധി ഓവർ ഡ്രാഫ്റ്റ് 10,000 റുപ്പീസാണ്. 10,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് അവർക്ക് കിട്ടും. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം എടുക്കാൻ അവരെ അനുവദിക്കുകയാണെങ്കിൽ എടുക്കാം. അങ്ങനെ അധികമായി എടുക്കുന്ന പണത്തെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റിൽ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഏതാണ് ബേസിക് സേവിംഗ് ബാങ്കിലെ ഡെപ്പോസിറ്റിൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 10,000 രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. പക്ഷേ ഈ 10,000 രൂപ എടുക്കണമെങ്കിൽ ഒരു കൊച്ചു കണ്ടീഷൻ ഉണ്ട്. അതായത് കഴിഞ്ഞുപോയ 6 മാസമെങ്കിലും ഈ ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് കൃത്യമായി തൃപ്തികരമായി ഓപ്പറേറ്റ് ചെയ്തിരിക്കണം. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ആ ഏരിയ കളഞ്ഞിട്ട് ആ ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടില്ല, പിന്നെ നമ്മൾ വരുന്നത് ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനാണ്, കിട്ടത്തില്ല. കഴിഞ്ഞ 6 മാസമെങ്കിലും ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തൃപ്തികരമായി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഉറപ്പായും അവന് ഓവർ ഡ്രാഫ്റ്റ് ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം. മാക്സിമം 10,000 രൂപ. അതാണ് ഈ പറഞ്ഞത്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈസ് അലൗഡ് ഫോർ ₹10,000 to basic saving bank deposit if it was satisfactorily operated for 6 months and 6 മാസമെങ്കിലും തൃപ്തികരമായി ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഓവർ ഡ്രാഫ്റ്റ് കിട്ടും. മറ്റൊരു പോയിന്റ് ഉള്ളത്, ഇതിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും. ഈ ഡെപ്പോസിറ്റർക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടും ഈ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ 2-3 ഡെപ്പോസിറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഇനി നമുക്ക് അടുത്തൊരവസരം കിട്ടുമ്പോൾ ബാക്കി പറയാം. ഓക്കെ.